ഇപ്പോൾ ഷിബു ബേബി ജോൺ RSPയുടെ സംസ്ഥാന അധ്യക്ഷൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷിബു ബേബി ജോൺ, ശബരിമല എക്കാലവും പ്രസക്തമായ വിഷയമാണ്. ശബരിമല എല്ലാ കാലത്തും വിവാദമുണ്ട്. അതിൽ ഏറ്റവും പുതിയ സംഭവമാണിത്. ഇതിൽ ഇപ്പോൾ CPM നേതാക്കളൊക്കെ ന്യായീകരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കും, അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ അതല്ലല്ലോ, രാഷ്ട്രീയ നേതൃത്വം നിയോഗിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ഒരു ഭരണസമിതിയാണ് കാലാകാലങ്ങളിൽ ശബരിമല അടക്കമുള്ള ഈ ക്ഷേത്രങ്ങളുടെ ഭരണത്തിലുള്ളത്. 2019 അന്നും ഇടതുപക്ഷ സർക്കാരാണ്, ആ ഭരണസമിതിയാണ് അവിടെ നിലവിലുണ്ടായിരിക്കുകയും ചെയ്തത്. അപ്പോൾ 2019 എവിടെയോ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചു എന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ഉത്തരവാദിത്വം പറയണ്ടേ, സർക്കാർ പറയണ്ടേ? എന്താണ് നിങ്ങളുടെ നിലപാട്? അല്ല, തീർച്ചയായിട്ടും 2019 ഒരു അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ മാത്രം തലയിൽ വെച്ച് ഊരാൻ സർക്കാരിന് സാധിക്കത്തില്ല. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിട്ട് മാത്രം കാണാൻ സാധിക്കത്തില്ല. പിന്നെ എന്തിനാണ് രാഷ്ട്രീയ നേതൃത്വം ദേവസ്വം ബോർഡായി വരുന്നത്, അതിനൊരു വകുപ്പ് മന്ത്രി ഉണ്ടാകുന്നത്? ഇത്ര ഗുരുതരമായ വീഴ്ചകൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ പരാജയത്തിന്റെ അല്ലെങ്കിൽ ഒത്തുകളിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഹൈക്കോടതി. ഇതിന്റെ നിരീക്ഷണം പൂർണ്ണമായി ആ അധികാരം ഹൈക്കോടതി കവർന്നെടുത്തിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇതിനേക്കാൾ സമ്പൂർണമായ ഒരു പരാജയം, ഒരു കുറ്റസമ്മതം ഗവൺമെന്റ് നടത്താനില്ലല്ലോ. ഇത് 2019 വളരെ ദുരൂഹത തന്നെയാണ് സംഭവിക്കുന്നു. പക്ഷെ അതിനുശേഷം അതേ വ്യക്തിയെ 40 വർഷത്തേക്കിന് ഗ്യാരണ്ടി ചെയ്ത് മങ്ങലേൽപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന അതേ വ്യക്തിയെ എന്തുകൊണ്ട് വീണ്ടും ഏൽപ്പിച്ചു? അതിന് ചോദ്യം ഈ ഭരണസമിതി പറയണ്ടായോ? അദ്ദേഹം ഇത് കാണുന്നില്ലെന്ന് പറഞ്ഞ പീഠം അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ട് എന്തുകൊണ്ടൊരു കേസ് പോലും എടുക്കുന്നില്ല? എന്നാൽ ഇത് അവിടെ ചില പാവകളായിട്ടുള്ളവരെ ഇരുത്തിയിട്ട് ഇതിന്റെ അദൃശ്യമായ കരങ്ങളാണ് ഇത് മൊത്തം നിയന്ത്രിക്കുന്നത്. ഈ വലിയ കൊള്ള കേരളത്തിൽ സമാനമായ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു കൊള്ള സമീപകാലത്തും നടന്നിട്ടില്ല. എന്റെ ഓർമ്മയിൽ 45 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം സ്റ്റീഫൻ, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ സ്റ്റീഫന്റെ മോഷണമായിരുന്നു അന്ന് കേരളം ചർച്ച ചെയ്തത്. അതിന്മേൽ 10 മടങ്ങ് വ്യാപ്തിയുള്ള ഒരു കൊള്ള കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു, വർഷങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെന്തായാലും ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ശബരിമല ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ഭാഗം മാത്രമല്ല, ഇവിടെ ഇതൊരു വൈകാരിക വിഷയം കൂടിയാണ്. അതുകൊണ്ട് UDF ഒക്കെ ഇത് ഏറ്റെടുക്കുമോ? നിങ്ങളത് ആ തരത്തിൽ ഉന്നയിക്കപ്പെടുമോ? ഇത് തീർച്ചയായിട്ടും ഏറ്റെടുക്കണമല്ലോ. കാരണം ശബരിമല കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിശ്വാസി സമൂഹത്തിന്റെ ഏറ്റവും വൈകാരികമായ വിഷയമാണ്. അവിടെ ഒരു വിശ്വാസി സമൂഹത്തെ ആകെ കബളിപ്പിക്കുന്ന നിലയിലേക്ക് ഒരു കാലാവധി പൂർത്തീകരിക്കാൻ 6 മാസം നിൽക്കെ ഒരു അയ്യപ്പ സംഗമം നടത്തി മുന്നോട്ട് പോയ പശ്ചാത്തലത്തിൽ ഇത്രയും ഗുരുതരമായ കൊള്ള പുറത്തു വന്നിട്ട് ഗവൺമെന്റിന്റെ ഈ അനങ്ങാപ്പാറ നയം അവർ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. കാരണം ഇത് തീർച്ചയായിട്ടും ജനങ്ങളും വിശ്വാസികളും ഐക്യജനാധിപത്യ മുന്നണിയും എല്ലാവരും ഏറ്റെടുക്കും, ഒരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയ സാമുദായിക സംഘടനകളാണെങ്കിലും അവരും ഈ കാര്യത്തിൽ തുറന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ കൊള്ളയ്ക്കെതിരെ തെരുവിലേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെ നന്ദി ഷിബു ബേബി ജോൺ പ്രതികരിച്ചതിന്. രാഹുൽ ഈശ്വർ നമുക്കൊപ്പമുണ്ട്. രാഹുൽ ഈശ്വർ, നമ്മൾ തുടക്കത്തിൽ കരുതിയതുപോലെയല്ല, വളരെ വ്യാപ്തിയുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. 2019 ഇറങ്ങിയ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ അടക്കം പിഴവുകൾ നിരവധിയുണ്ട്. അതിനുശേഷം നടന്ന കാര്യങ്ങളിലെല്ലാം ദുരൂഹതകൾ നിലവിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയിലേക്ക് മാത്രം ഇത് കേന്ദ്രീകരിക്കുമ്പോൾ അതിനപ്പുറം ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായി നിന്ന ഒരു വലിയ സംഘത്തിന് ഇതിൽ പങ്കുണ്ടെന്ന് തന്നെ കരുതണ്ടേ? രാഹുൽ, കേൾക്കാം. 2 കാര്യങ്ങൾ. ഞാനും ശ്രീ RV ബാബു 100 കാര്യങ്ങളിൽ തർക്കിച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ശ്രീ RV ബാബു ഉന്നയിച്ച ഓരോ ചോദ്യങ്ങളും പ്രസക്തമാണ്. ഓരോ ഭക്തന്റെയും മനസ്സിൽ നിന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. 3 കാര്യങ്ങളിലേക്ക് അതിനെ ക്രോഡീകരിക്കാം. എവിടെയാണ് ആ നഷ്ടപ്പെട്ടു പോയ ഏകദേശം 4.5 കിലോഗ്രാം എന്ന് പറയുന്ന ഗോൾഡ് പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഗോൾഡ് പോലുള്ള കാര്യങ്ങൾ? 2, 1999 ഇത് യഥാർത്ഥത്തിൽ സ്വർണമായിരുന്നു എന്ന് പണ്ടത്തെ ചില മാധ്യമങ്ങളെ കോട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിന് ഇത് ചെമ്പാണെന്ന് 2019 എഴുതി? 1999 രജിസ്റ്റർ എവിടെ?
39 ദിവസത്തോളം ഈ ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണ പോറ്റി എന്തുകൊണ്ട് ഇത് തന്റെ കയ്യിൽ വെച്ചു? വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ലേ? ആരെയും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെ കൊള്ള പോലുള്ള വാക്കുകൾ ഒരു സാധാരണ ഭക്തനായി ഞാൻ ഉപയോഗിക്കില്ല. പക്ഷേ ജനങ്ങൾ അങ്ങനെ സംശയിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന് ക്ലാരിറ്റി വരുത്തണം. ഇതിൽ പിഴവാണ് നടന്നതെന്ന് വിശ്വസിക്കാനാണ് ഇതുവരെ എനിക്ക് ആഗ്രഹം. അതിന്റെ പിന്നിൽ ക്രിമിനൽ ആക്ടിവിറ്റി ആണോ നടന്നത് എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലാണ് തൽക്കാലം നമ്മളുള്ളത്. ശരി രാഹുൽ ഈശ്വർ, ഞാൻ ഒന്ന് താങ്കൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം കൂടിയാവും. അതുകൊണ്ട് അതായത് വിജയ് മല്യ സ്വർണം പൂശിയ സ്ഥലങ്ങൾ ഏതൊക്കെ നമുക്ക് പരിശോധിക്കാം. അതിൽ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങൾ, ശ്രീകോവിലിൻ്റെ സീലിംഗ് 2 ദ്വാരപാലക ശില്പങ്ങൾ, ശ്രദ്ധിക്കുക 2 ദ്വാരപാലക ശില്പങ്ങൾ, ഭിത്തിയിലെ അയ്യപ്പ ചരിതം എഴുതിയ തകിടുകൾ, 2 കമാനങ്ങൾ, ശ്രീകോവിലിലെ കാണിക്കവഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ, 3 കർണകൂടവും തൂണുകളും, ശ്രീകോവിലിൻ്റെ മുഖ്യ കവാടം, കന്നിമൂല ഗണപതി കോവിലിൻ്റെ കലശം, നാഗരാജ കോവിലിൻ്റെ കലശം. ഇത്രയും ഭാഗങ്ങളാണ് വിജയ് മല്യ അവിടെ സ്വർണ്ണപ്പാളി പൊതിഞ്ഞത്. കൃത്യമായി ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അവിടെ അല്ലെങ്കിൽ ഇത് നമ്മൾ മാധ്യമ വാർത്തകൾക്കപ്പുറം ഇത് ആ രജിസ്റ്ററിൽ ഉണ്ടാവും. അവിടെയാണ് താങ്കൾ ഈ സൂചിപ്പിച്ച വിഷയം വരുന്നത്. പിന്നീട് എങ്ങനെ ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പായി മാറിയെന്ന്? അതെ, അത് വലിയൊരു ചോദ്യമല്ലേ. അതായത് ലഭ്യമായ കണക്കുകൾ പ്രകാരം അന്ന് 31 കിലോഗ്രാം ഗോൾഡ്, 30 ചില്ലാനും എടുത്താൽ മതി, 31 കിലോഗ്രാം ഗോൾഡ് അന്നത്തെ വിലയിൽ ഏകദേശം 18 കോടിയോളം രൂപ ശ്രീ വിജയ് മല്യ വളരെ താല്പര്യത്തോടുകൂടി അദ്ദേഹം തന്നെ പത്രങ്ങളെയും മറ്റും അറിയിക്കുകയും മറ്റും ചെയ്തു. അതിനുശേഷം ഇത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിഴവാകാൻ ഉള്ള സാധ്യത കുറവല്ലേ? പിഴവാകണം എന്നുള്ളതാണ്, പിഴവാണ് അന്ന് രേഖപ്പെടുത്തണം എന്നുള്ളതാണ്, അത് തെറ്റിപ്പോയതാണെന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെയും അനുമാനം. അങ്ങനെ ആഗ്രഹിക്കാനാണ് എനിക്കിഷ്ടം. ഇല്ലെങ്കിൽ അതൊരു കൊള്ളയല്ലേ? കാര്യം ആ വാക്ക് വളരെ സീരിയസ് ആയ വാക്കാണ്. കൊള്ളാന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്വർണം അടിച്ചു മാറ്റി എന്നുള്ളത് വളരെ സീരിയസ് ആയ ഒരു വാക്കാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ആരെങ്കിലും യഥാർത്ഥത്തിൽ അത് ഉപയോഗിച്ചാലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ജനങ്ങൾ സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? 2 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില കാര്യങ്ങളെങ്കിലും ദുരൂഹമല്ലേ? അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവെക്കുന്നു, അത് ഈ മാസം 25-നാണ് കൊണ്ടുവെക്കുന്നത്, എന്തിനാണ് ഇത് കൊണ്ടുവെക്കുന്നത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളില്ലേ. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ലല്ലോ, 2 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാനദണ്ഡം എന്താണ്? എന്ത് യാർഡ് സ്റ്റിക്കിലാണ് ഇദ്ദേഹത്തിന് നൽകുന്നത്? ഇപ്പം വിജയ് മല്യ അന്ന് ലോക പ്രശസ്തനായ, പിന്നെ അന്ന് കോൺട്രവേഴ്സികളൊന്നുമില്ല, ലോക പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഇത് ചെയ്യാനുള്ള മാനദണ്ഡം എന്താണ്? ഹൈക്കോടതിയുടെ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ മേടിച്ചിരുന്നു. അവിടുത്തെ തന്ത്രിമാരെയും പൂജാരിമാരെയും ഒന്നും പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാര്യം അവർക്ക് ഇത്തരം കാര്യങ്ങൾ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ എസ് മൂടാനുള്ള ഒരു റൈറ്റ് മാത്രമല്ലേ ഉള്ളൂ. അതല്ലേ എന്റെ സത്യം. അപ്പോൾ ദേവസ്വം ബോർഡിന് ഇതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദേവസ്വം മാനുവലിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ? ആ ലംഘനം ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കരുതാൻ കഴിയുമോ? അത് വെറും ചട്ടങ്ങൾ മാത്രമാണോ? ബ്രോഡ് ഗൈഡ് ലൈൻസ് മാത്രമാണോ? അങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട്. പക്ഷേ 2 കാര്യങ്ങളിൽ ആർക്കും ഇപ്പൊ അവ്യക്തതയില്ലല്ലോ. ഒന്ന്, തൂക്കം കുറഞ്ഞിട്ടുണ്ട്. 2, മുമ്പ് സ്വർണമായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസത്തെ മാധ്യമ ചർച്ചകളിൽ വളരെ വിദഗ്ധമായിട്ടും ഇഫക്റ്റീവായിട്ടും അത് സ്വർണമായിരുന്നില്ല എന്ന് പറയാൻ ചില കോണുകളിൽ നിന്ന് ശ്രമം നടന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ചില കോണുകളിൽ നിന്ന് ശ്രമം നടന്നിരുന്നു. പക്ഷേ ഇന്ന് പല മാധ്യമങ്ങളും തെളിവ് സഹിതം 1998-99 കാലഘട്ടത്തിലെ കാര്യങ്ങൾ കൊണ്ടുവരികയും അത് സ്വർണ്ണമാണെന്ന് ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പോലെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്വർണ്ണം എവിടെ? അതിന് വെറും സ്വർണത്തിന്റെ വിലയല്ലല്ലോ, കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രമല്ലേ, അഭയകേന്ദ്രമല്ലേ. ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴിൽ വരുന്നത് എന്റെ പെറ്റീഷനിലാണ്. കാര്യം ശബരിമലയിൽ പല കാര്യങ്ങൾക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല, ഡോക്യുമെന്റേഷൻ ഇല്ല തുടങ്ങിയ